ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. ഇപ്പം ഫെയ്ത്ത് ആൻഡ് ആപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. അപ്പോൾ ഏകാഗ്രതയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവളുടെ അപ്പം പറയും, ഞങ്ങൾ ഒരു വിനീത് ഡോക്ടറിനെ കാണാൻ പോവുകയാണെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. വിനീത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നത്, ഞങ്ങളുടെ ENT കാര്യത്തിന് വിനീതിനെ കാണുന്നത് പറയും. ഉടനെ ആ ഡോക്ടർ പറയും, നിങ്ങൾ വിനീതിനെ തന്നെ കാണണം, വിനീതാണ് ഇതിൻ്റെ എക്സ്പേർട്ട്, അതുകൊണ്ട് ഞാൻ ഫയൽ അങ്ങോട്ട് മാറ്റുകയെന്ന് പറയും. അതിൻ്റെ ഫയൽ നിങ്ങൾ വിനീതിനെ പോയി കണ്ടോളാൻ പറയും അടുത്ത മുറിയിൽ. അപ്പോൾ ഇവർക്ക് ആ പാടൊരു കുഴപ്പം, എവിടെ എന്തൊരു കുഴപ്പം സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിനീത് എന്ന് പറഞ്ഞ ഡോക്ടർ ഇവിടെ ഇരിക്കുന്ന ഡോക്ടറല്ല, ഇവളെ ചികിത്സിക്കുന്ന ENT ആണ് കോട്ടയത്ത്. അത് ആ ഡോക്ടറിൻ്റെ പേര് വിനോദ് എന്നാണ്. നിങ്ങൾ കാര്യം ഒരു കഥപട പോക്കണ്ട, ആ ഡോക്ടറിൻ്റെ പേര് വിനോദ് എന്നാണ്. ഈ അപ്പന് തെറ്റിപ്പോയതാണ്. അപ്പം പറഞ്ഞത് വിനോദ് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുന്നതിന് പകരം ഈ അപ്പം പറയാണ് വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയും. അപ്പോൾ ഈ ഇരിക്കുന്ന ഡോക്ടർ പറയുന്നത് വിനീത് അപ്പുറത്തെ പോരിലുണ്ട്, ചെന്ന് കാണാൻ പറയും. പുറത്തിറങ്ങിയപ്പോൾ മാതാവിൻ്റെ ചാര കളറുള്ള ഒരു മുറി, അതിൻ്റെ അടുത്ത് ഡോക്ടർ വിനീത് എന്ന് എഴുതി വെച്ചിരിക്കണം, ENT സ്പെഷ്യലിസ്റ്റ് എന്ന്. വിനീതിൻ്റെ അടുത്ത് ഇവർ ചെല്ലുമ്പോൾ വിനീത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് പറയും, നിങ്ങളുടെ കേൾവി നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കേണ്ട കുഴപ്പമില്ലെന്ന്. ഇതാണ് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് ഡോക്ടറാണ് ഇവരുടെ. വിനോദിനെ കാണാൻ പോകണമെന്ന് പറയുന്നതിന് പകരം അപ്പനെ കൊണ്ട് വിനീതെന്ന് പറയിപ്പിച്ച്, അത് ദൈവം മാത്രമാണ് പറയിപ്പിക്കാതെ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പനെ അറിയത്തില്ല ഇങ്ങനെ ഡോക്ടർ ഇവിടെ ഉള്ള കാര്യം. അത് അപ്പൻ തെറ്റി പറയിപ്പിച്ചതാണ്. പക്ഷെ തെറ്റി പറഞ്ഞെങ്കിലും മാതാവിൻ്റെ മുമ്പിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ശരിയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്ത് ഇവളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവൾ ഓക്കെ ആയി. ആ ഡോക്ടർ ഹീലൊന്നും ചെയ്തില്ല. വിനീത് ഡോക്ടർ ഒന്നും ഇവർക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്തപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവൾക്ക് എപ്പോഴാണ് കേൾക്കാൻ പറ്റിയത്? അൾത്താരെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മാതാവൊക്കെ കേൾവി കൊടുത്തു. എന്നിട്ട് അത് കേൾവിയൊക്കെ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാതാവ് അവിടെ കൊണ്ടുപോയത്. വിനോദിന് പകരം വിനീതിനെ കൊണ്ടുപോയി കൊടുത്തിട്ട്, അതായത് അമ്മ ഇങ്ങനെ കൂടെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും നമ്മുടെ കൂടെ അങ്ങ് സംശയിക്കുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയണത് നീ ഉടമ്പടിയിലാണ് നമുക്കത് മനസ്സിലാകണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നീ
എനിക്ക് തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിൽ നിന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചിടേണമേ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിൽ നിന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചിടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ഉണ്ടാകുന്നൊരു വിഷയം ഈ ദൈവ സ്പേസിൽ ദൈവം മാത്രം ചെയ്യുന്ന ചില കാര്യമുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാലും പിന്നെയും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ കാര്യം? ദൈവത്തിൻ്റെ അതർ എൻഡിൽ ദൈവമുണ്ട്. കാരണം ബയലാട്രൽ എഗ്രിമെൻറ്റിലാണ്. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയാലും നമുക്ക് പിന്നെ ഹോപ്പുണ്ട്. അതാണ് ഈ ഉടമ്പടി ഏറ്റവും വലിയ ഗുണം. അതാണ് ചിലപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ എന്നാലും ഇപ്പം നിങ്ങളുടെ പഠനമോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു എടുക്കണതോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞാലും എഴുതി തള്ളിയാലും അതുപോലെ ഇങ്ങനെ എന്ത് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും പിന്നെയും നമുക്ക് ഹോപ്പുണ്ട്. എന്താ കാര്യം? ദൈവത്തിൻ്റെ അതർ എൻഡിലുള്ള ദൈവമാണ്. നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. നേടിയതിനെ എപ്പോഴും മുറുകെ പിടിക്കണം. ശ്രുതിയുടെ ഹല്ലേലൂയ. നേടിയതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല ഈശോയേ ദിവ്യകാരുണ്യം അന്യോന്യം പാടി വാഴ്ത്താം പാവന സ്നേഹമേ പാടി വാഴ്ത്താം പാവന സ്നേഹമേ. ഫിലിപ്പി 3:16. ഫിലിപ്പി 3:16. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. പോരെ? ഇപ്പോൾ ഒന്നാമത് പുതുക്കിയാലും രണ്ടാമത് പുതുക്കിയാലും മൂന്നാമത് പുതുക്കിയാലും ഈ പുതുക്കലിലൂടെയെല്ലാം നേടിയെടുത്ത ദൈവാനുഗ്രഹം, നേടിയെടുത്ത ആധ്യാത്മിക പ്രതിബദ്ധത, നേടിയെടുത്ത പ്രാർത്ഥനാ ജീവിതം അതെന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. അല്ലാതെ ഒന്നാമത് ഉണ്ടായിരുന്ന അരൂപി ഇപ്പോഴില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. കാര്യം ദൈവം അത് ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഒന്നും മറക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് സ്മിർനായിലെ സഭയെ പറയണത് എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ചേട്ടയ്ക്ക് ഇവിടെ ശ്രുതിയുടെ ഹല്ലേലൂയ ആദ്യം തന്നെ യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് പ്രിൻസ് മോൻ ജോസഫ്. ഇതെൻ്റെ മമ്മിയാണ്. മമ്മിയുടെ പേര് ലിനി സോഫിച്ചൻ. ഞങ്ങൾ കോട്ടയം കറുകച്ചാലിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സാക്ഷി എന്നാന്ന് വെച്ചാൽ എനിക്ക് UK NHS വർക്ക് വിസ കിട്ടിയതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. ഞാൻ 2022 UK സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്. അങ്ങനെ 2022 സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി. അത് കഴിഞ്ഞ് എനിക്കവിടെ ഒരു NHS തന്നെ ആദ്യം ജോലി കിട്ടി.
NHS ഞാൻ തുടർന്നു ജോലി ചെയ്തു. എൻ്റെ വിസ തീരെ ഒരു 6 മാസം ഇരിക്കെ ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ ഇത് വെച്ച് നീ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് വിസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇവരിങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വിസ തരത്തില്ലെന്നാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസംബറിലേക്ക് തിരിച്ച് കയറി വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായും ഉണ്ടായിരുന്നു. പപ്പായനോട് പറഞ്ഞു, എടാ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു NHSൽ നിന്ന് എനിക്ക് ആദ്യം 2 NHSൽ ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. അത് കഴിഞ്ഞ് ഒരു NHSൽ നിന്ന് എന്നെ വിളിച്ചു. ആ NHSൽ ഞാൻ ആപ്ലിക്കേഷനെല്ലാം കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തു വന്നപ്പോൾ ഷെയർ കോഡ് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ വിസ ജനുവരിയിൽ 3-ാം തീയതി കൊണ്ട് തീരും, അന്ന് വെച്ചാൽ ഡിസംബർ വരെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിനക്കൊരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നിനക്ക് 2 ഇയർ NHS എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, എടാ അഖണ്ഡ ജപമാല റാലി വരുന്നുണ്ട്, ഞാൻ ആ ജപമാല റാലിക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം, നീ ഒന്നും പേടിക്കേണ്ട, നീ എന്തായാലും വിശ്വസിച്ച് നിൻ്റെ പ്രാർത്ഥന തുടർന്നോളാം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒരു വിശുദ്ധ കുർബാനയും മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ വൈകിട്ട് ചൊല്ലാറുണ്ടായിരുന്നു, കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ലണ്ടനിലെ ഒരു NHSലും ഞാൻ ഷോർട്ട് ലിസ്റ്റഡായി. ആ NHSൽ അവർ 3 മാസത്തേനാണ് ആ ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്കത് വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ കൊണ്ട് എൻ്റെ വിസ തീരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന NHSലാണെങ്കിൽ എനിക്കറിയാം അവിടുത്തെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. ഒരു 5 മാസം എടുത്തിട്ടാണ് ഞാൻ ആ NHSൽ കയറിയത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും അതുപോലെ പ്രോസസ്സാണെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അവരാണെങ്കിൽ 3 മാസം ആ ലിസ്റ്റ് ഇടത്തുള്ളൂ. ഞാൻ ഇത് മമ്മിയോട് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ആ NHSൽ നിന്ന് അവർ ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് പകുതി വരെ എത്തി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് അവർ എനിക്ക് വിസ കിട്ടത്തില്ല, കാരണം ഇത് കാരണമാണ് എന്ന് വെച്ചാൽ ജനുവരിയിൽ എൻ്റെ വിസ തീരുമല്ലോ, അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മമ്മിയോട് അത് പറഞ്ഞു. മമ്മി എന്തായാലും ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പം ഒരു നിയോഗം എഴുതിക്കൊണ്ടാണ് വന്നത്, എൻ്റെ മകനെ ലണ്ടനിലെ NHSൽ തന്നെ കിട്ടണമെന്ന്. പക്ഷേ അവിടുന്ന് എൻ്റെ പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി മറ്റേ NHSൽ അവർ സ്റ്റാർട്ട് ചെയ്ത്, ഇവരാണ് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പിന്നെ മമ്മി നിനക്ക് ആ ലണ്ടനിലെ NHSൽ തന്നെ കിട്ടും, നീ എന്തായാലും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, എടാ നീ NHS മാത്രം നോക്കാതെ വല്ല കെയർ ഹോമൊക്കെ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എല്ലാവരും എനിക്ക് ജോലി തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും എനിക്ക് വിസ തരാമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏജൻസികളെ മുട്ടി നോക്കി. അവരൊക്കെ ആണെങ്കിൽ 10-20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല അവിടുത്തെ പുതിയ നിയമം വെച്ചിട്ടാണെങ്കിൽ 3 മാസം നമ്മൾ ഒരാ എംപ്ലോയറുടെ അടിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വിസ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റ് 3 മാസമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിയുകയും ചെയ്തു. ഇനിയിപ്പം 2 മാസവും കൂടെ ഉള്ളൂ. അപ്പം അവർ ഏജൻസിക്കാർ പോലും റെഡി ആകുന്നില്ല. ഒരു ഏജൻസി പറഞ്ഞു, നീ നിൻ്റെ റിസ്കിൽ ഒരു FLR അടിച്ച് വിസയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ FLR അടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു 5 ലക്ഷം രൂപ ചിലവാണ്. അതല്ലാതെ വിസയ്ക്ക് പിന്നെ ഞാൻ ഒരു 10-15 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഒരു 10-22 ലക്ഷം രൂപയാവും, ഇതിങ്ങനെ വിസ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം, ഒന്നാമത് എഡ്യൂക്കേഷൻ ലോൺ അടച്ചങ്ങോട്ട് തീർത്തേ ഉള്ളൂ, ഇനി അടുത്ത പിന്നെയും കടമെടുത്ത് നീ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാനന്ന് തിരിച്ചു വന്നിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അന്ന് അതെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ NHSൽ പോയി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്നോട് ഒരു കെയർ ഹോം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ കയറാൻ പോവുകയാണ്, ഞാൻ എന്തായാലും ഇവിടെ റെസിഗ്നേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വാക്കാ പറഞ്ഞാൽ പോരാ, ഒഫീഷ്യലി നീ റെസിഗ്നേഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചപ്പം ഒരു കുർബാനയും കൊന്തയും ചൊല്ലി മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞങ്ങൾ 2019 ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അതിൻ്റെ അകത്തെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, പക്ഷേ നീ എല്ലാം തരുന്നുണ്ട്, ഒന്നും അനുഭവിക്കും. ഇപ്പോൾ NHSലൊക്കെ ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നുണ്ട്, പക്ഷേ ഒരിടത്തുനിന്നും എനിക്ക് വിസ വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നാളെ എൻ്റെ ഈ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടെന്നുള്ളതിന് നാളെ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ലോങ് ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഹാൻഡ് ഓവറിന് കയറുന്നതിന് മുമ്പ് മാനേജർക്ക് പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഒരു 6:50 എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ലണ്ടനിലെ NHSൽ നിന്ന് എനിക്കൊരു മെയിൽ വന്ന് കിടക്കുവാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ കണ്ടു, നിങ്ങൾ
ഞങ്ങളുടെ NHS എടുക്കാം, അടുത്ത 1-2 ദിവസത്തിനാവും ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇട്ട് തരും, ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞാണ് അവിടെ വന്ന് നിന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി, ഞാൻ തലേദിവസം പ്രാർത്ഥിച്ച് എനിക്കൊരു അടയാളം കാണിച്ചു തരാനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും അവിടുന്ന് വിസ കിട്ടുമെന്ന്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥന മുടക്കേണ്ട, മമ്മി തുടർന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് അവിടുന്ന് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്, അവർ ഓഫർ ലെറ്റർ അടുത്ത ദിവസം ഇട്ട് തരാമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആ കെയർ ഹോമിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെൻ്റെ പ്രോസസ്സ് നിർത്തി വെച്ചോ. അവരെന്നോട് പറഞ്ഞത് നവംബർ അവസാനം വന്ന് ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രോസസ്സ് നിർത്തി വെച്ചോളൂ, എനിക്ക് അത്രയും പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞ അത്ര. അപ്പോൾ ഇപ്പോൾ ഒരു NHS നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ എന്തായാലും ജോയിൻ ചെയ്യുക, ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അപ്പോൾ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയി എന്തായാലും എനിക്ക് അവരാദ്യം കണ്ടീഷൻ ഓഫർ ലെറ്റർ ഇട്ട് തന്നപ്പോൾ അതിൻ്റെ അകത്ത് ID ചെക്ക് നടത്താനുണ്ടായിരുന്നു. ആ ID ചെക്ക് നടത്തിയപ്പോഴത്തേന് അവരെനിക്കൊരു ലിങ്കാണ് ഇട്ട് തന്നത്. ആ ലിങ്കിൽ കൂടെ കയറി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന് NFC ഇല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടിനാണ് അതുകൊണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു, പക്ഷേ BRP ആണെങ്കിൽ ഇപ്പോൾ EVC ആക്കി. അപ്പോൾ എനിക്കൊരു രീതിയിലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ എനിക്ക് എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു വേറെ എന്തെങ്കിലും വഴി ഇത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫേസ് ടു ഫേസ് ഒരു ഇത് വെക്കാം, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച എനിക്കൊരു സ്ലോട്ട് കിട്ടി. ഞാൻ അവിടെ ചെന്നു. അവിടെ എവിടെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഈ മാതാവിൻ്റെ ലോക്കറ്റും ഉപ്പുമായിട്ടേ പോകത്തുള്ളൂ. അത് ഇൻ്റർവ്യൂവിനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ മാതാവിൻ്റെ ലോക്കറ്റും ഞാൻ ഈ കൊന്തയിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴെല്ലാം ഞാൻ ഈ ഉപ്പ് ഇട്ടിട്ടേ പോകത്തുള്ളൂ. അത് ഏതൊക്കെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്, ആ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. അപ്പോൾ എന്നെക്കാട്ടിലും മുമ്പേ ഒരു ആഫ്രിക്കക്കാരി ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ ഡോക്യുമെൻറ്റ്സ് മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 2027 വരെ വിസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിസ തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇനി 1.5 മാസം കൂടി ഉള്ളൂ, എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഞാൻ 50 ദിവസവും 49 ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുക തിരിച്ചു വരാനുള്ളത്. അപ്പോഴത്തേന് അവരോട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ചിട്ട് പോയി. ഞാൻ തിരിച്ച് വന്നപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ID ചെക്ക് കഴിഞ്ഞു, ഇനിയിപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് അപ്പോൾ വിസയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. എനിക്ക് ഇത്രയും സമയമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളത് കണ്ടായിരുന്നു, നിങ്ങൾക്ക് വിസ വേണമെന്ന്, നിങ്ങൾ എന്തായാലും HR-ഉമായിട്ട് ഫോളോ അപ്പ് നടത്ത്, അന്നേരം അവരതിൻ്റെ ബാക്കി പ്രോസസ്സ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഞാൻ HR-ന് മെയിൽ വിടാൻ വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരനെ ബന്ധപ്പെട്ട് അവൻ പറഞ്ഞടാ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ട് നിനക്കറിയാമല്ലോ നീ ഒരു NHS വർക്ക് ചെയ്തപ്പോൾ എത്ര നാളെടുത്തെന്ന്. ആദ്യം പോലീസ് വെരിഫിക്കേഷൻ കിടക്കുന്നു, ID ചെക്ക് കിടക്കുന്നു, വാക്സിനേഷൻ കിടക്കുന്നു, റെഫറൻസ് കിടക്കുന്നു, എല്ലാം കിടക്കുമല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. അവിടെ ഒരു സെൻറ്റ് ആനീസ് അപ്റ്റൺ പാർക്കിലൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നിട്ട് മാതാവിനോടും അവിടെ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു കൊന്തയൊക്കെ ചൊല്ലി. ഞാൻ നിന്ന് കരയുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമുള്ള പള്ളിയിൽ ഞാൻ ഏറ്റവും പുറകിൽ പോയി എന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ആ പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് മാതാവിൻ്റെ അത്ഭുതമെന്നേ ഞാൻ അത് പറയത്തുള്ളൂ. 5 മാസം എടുത്ത് അവിടെ നടന്ന ആ പ്രോസസ്സ് 5 മണിക്കൂർ എടുത്തില്ല. എനിക്ക് ആ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ നെറ്റ് ഓണാക്കി നോക്കുമ്പോഴത്തേന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് COS വന്ന് കിടക്കുവാണ്. എൻ്റെ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല, വാക്സിനേഷൻ കഴിഞ്ഞിട്ടില്ല, റെഫറൻസ് ചെക്ക് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ID ചെക്ക് മാത്രം. എനിക്ക് അവിടുന്ന് ആദ്യം അവർ COS വന്നു. ഈ COS വെച്ച് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, മമ്മി ഇങ്ങനെ വന്നിട്ടുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എനിക്ക് COS വന്നിട്ടുണ്ട്. ഈ COS-നാണ് ആ കെയർ ഹോമുകാരൻ എന്നോട് 20 ലക്ഷം രൂപ ചോദിച്ച സാധനം, അതെനിക്ക് 1 രൂപ പോലും കൊടുക്കാതെ ഇവിടെ വന്ന് കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇതാണ്, നീ എന്തായാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിസയ്ക്ക് വേണ്ടി വെച്ചു. ഞാൻ വെച്ചേക്കുന്നത് വെറും സ്റ്റാൻഡേർഡ് വിസയ്ക്ക് വേണ്ടിയാണ്. 304 പൗണ്ട് കൊടുത്ത് വെറും സ്റ്റാൻഡേർഡ് വിസ. HMRCയുടെ ഇത് വെച്ച് 8 ആഴ്ച എടുത്ത് കിട്ടേണ്ട വിസ എനിക്ക് വെറും 24 മണിക്കൂർ കൊണ്ട് ആ വിസയും കിട്ടി. 6 മണിക്കൂർ കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മമ്മിക്ക് കൊടുക്കാം. യേശുവേ നന്ദി, ദൈവമേ സ്വസ്ത്രം. ഞാൻ 2016 ഒക്ടോബർ 26-ാം തീയതിയാണ് ഞാനും മോനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 21-22 വർഷങ്ങളിൽ കൊറോണ കാരണം റാലിക്കൊന്നും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞുള്ള 5 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കൊച്ചനോട് പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടി ഞാൻ ഒറ്റ നിയോഗം കൈപ്പിടിച്ച് എഴുതിക്കൊണ്ടാണ് പോയത്, ലണ്ടനിൽ കൊച്ചിന് ജോലി കിട്ടണമെന്ന്. പക്ഷേ അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ചെറിയ രോഗം, എൻ്റെ കയ്യെ സോപ്പിൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് സോപ്പ് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. അത് ഈ 4ാമത്തെ പുതുക്കലോടുകൂടി എനിക്ക് മാറിക്കിട്ടി. പിന്നെ ചെറുപ്പം തൊട്ട് ബസ്സിൽ കയറുമ്പോൾ ഛർദ്ദിക്കുന്ന രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും എന്നെ പ്രത്യേകിച്ച് വണ്ടിയിലൊന്നും ദൂരെ കൊണ്ടുപോവുകയില്ല. കാരണം
ഇച്ചിരി അങ്ങോട്ട് പോയ ഉടനെ തലയ്ക്കകത്ത് വേദന എടുക്കും. പലയിടത്തും മണങ്ങൾ, അതായത് ഒരിടത്ത് ചെല്ലുമ്പോൾ പെട്രോളിൻ്റെ ആയിരിക്കും, അടുത്ത് ചെല്ലുമ്പോൾ ബേക്കറിയിലെ ആയിരിക്കും. അങ്ങനെ മണം അടിച്ചു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലയ്ക്കകത്ത് വേദന വരും, പെട്ടെന്ന് ഛർദ്ദിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടവും വരും, ചമ്മലും ഉണ്ട്. കാരണം എന്നെക്കാട്ടിലും കുഞ്ഞു കുട്ടികളിരിക്കുന്നു, അവരൊക്കെ ഛർദ്ദിക്കാതിരിക്കും. ഇത്രയും വലിയ ഞാൻ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലോടുകൂടി എൻ്റെ ആ രോഗം പൂർണ്ണമായിട്ടും മാറി. കാരണം ആദ്യ നാളിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഉളിയ കഴിച്ചിട്ടാണ് വരുന്നത്. ആ ഉളിയ കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ പ്രയാസം. ഞാൻ ഇവിടെ വന്നങ്ങ് ഉറക്കം തൂങ്ങും. കൊച്ചെന്നെ എപ്പോഴും വഴക്ക് പറയും. കാരണം ഞങ്ങൾ ആ ഏറ്റവും പുറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഉറക്കം തൂങ്ങുമ്പോൾ എന്നോട് പറയും, മമ്മി ഉറങ്ങാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും, മോനെ എനിക്ക് വയ്യ, ഞാൻ മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല, ഈ ഉളിയ കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോകും. അതെനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. ഇന്ന് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഉളിയ പോലും കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല, എത്ര ദൂരെ പോയാലും ഛർദ്ദിക്കത്തില്ല. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് മാതാവ് ഞങ്ങൾക്ക് തന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, മാതാവ് 1000 നന്ദി. ആ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ആദ്യമൊക്കെ പള്ളികളിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പള്ളികളിൽ കൊടുത്താൽ ആരും അത്ര സ്വീകരിക്കത്തില്ല, എല്ലാവരും വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാനത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോയി 2 ദിവസമോ അല്ല അന്ന് തന്നെ നേരം ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോവും. അവിടെ പോയി രോഗികളുമായിട്ട് കുറേ നേരം സംസാരിച്ച് കൃപാസനം പത്രം അവരോട് ചോദിച്ച് അവർക്ക് കൊടുക്കും. വായിക്കാവോ എന്ന് ചോദിക്കും. വായിക്കാൻ അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ അതിനകത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാവരും സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് ഒത്തിരി അനുഗ്രഹം. പിന്നെ ചിലർക്കൊക്കെ പൊതിച്ചോറുകളും ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പത്രം ഞാൻ കൂടുതലും ആശുപത്രികളിലാണ് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളുമൊക്കെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാതാവ് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ ദൈവപിതാവിനും ദൈവകുമാരനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും കോടാനുകോടി മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷൈനി. വയനാട് പുൽപ്പള്ളി മരകാവ് സെൻറ് തോമസ് ചർച്ച് ഇടവാകാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് 2022 നവംബർ 25-ാം തീയതിയാണ്. എൻ്റെ ഒരു കസിൻ സഹോദരി ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ഉടമ്പടി എടുക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്തു. ഉടനെ ഞാൻ യൂട്യൂബ് എടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഇത്രയും കാലമായിരുന്നിട്ടും പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഞാൻ നവംബർ 27-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ 3 മണി പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഇന്തോനേഷ്യയിലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പരീക്ഷ സമയമായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് രാവിലെ 10 മണിക്ക് ഞാൻ സ്കൂട്ടർ ഓടിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നൊരു കാറ് വന്ന് എന്നെ ഇടിച്ചിട്ടു. ശക്തമായി ഞാൻ തെറിച്ച് വീണു. അതിശക്തമായ വേദനയായിരുന്നു ശരീരത്തൊക്കെ. ഞാൻ നോക്കുമ്പോൾ സ്കൂട്ടർ 2-3 പീസായിട്ട് കിടക്കുന്നു. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം അവിടെ ദേശരാജ്യത്ത് ഒരു അപകടം നടന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല, ഇടിച്ചിട്ട വണ്ടി ഓടിച്ചു പോവുകയുള്ളൂ. എന്നാൽ അവർ വലിയ കരുണയോടെ എന്നോട് പെരുമാറി എത്രയും വേഗം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും എൻ്റെ സ്കൂളിൽ നിന്ന് അധികൃതർ വരുന്നത് വരെ എന്നോട് കൂടെ ആയിരിക്കുവാനും സഹായിച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഞാൻ അനുഭവത്തിലൂടെ അനുഭവിക്കുകയായിരുന്നു. അതുപോലെ തന്നെ 28 വർഷങ്ങളായിട്ട് വേരിക്കോസ് വൈനിൻ്റെ വേദന മൂലം ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിരുന്നു. കുറച്ച് സമയം എനിക്ക് നിന്നാൽ ഉടനെ ഇരിക്കണമെന്ന് തോന്നും. അതുപോലെ വളരെ അതിശക്തമായ കാൽവേദനയും കട്ടുകഴുപ്പും മൂലം ഞാൻ ഒത്തിരി നാളുകളായി വേദന അനുഭവിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ 6 മാസത്തിന് ശേഷം ഞാൻ 2023 മെയ് 28-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി വസ്തുക്കൾ വിശ്വാസപൂർവ്വം ഉപയോഗിക്കുകയും മുടങ്ങാതെ
കൃപാസന പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പൂശുകയും വെഞ്ചരിച്ച ഉപ്പ് കഴിക്കുകയും ആ നിരന്തരമായ പ്രാർത്ഥനയും വഴി എനിക്ക് എൻ്റെ ആ വെരിക്കോസ് വെയിന് മൂലമുള്ള ആ വേദന പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പോൾ എത്ര സമയം നിന്നാലും എനിക്ക് യാതൊരു കാല് കട്ടുകഴപ്പോ വേദനയോ ഒന്നും അനുഭവിക്കാറില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്ന ഈ വലിയ സൗഖ്യത്തിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ 27 വർഷമായിട്ട് എനിക്ക് എല്ലാ മാസവും സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട്, ടോൺസിലൈറ്റ്സ്, ഒരു ജലദോഷം വന്നാൽ മൂക്കടച്ചിട്ട് ശ്വാസം മുട്ടി ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അത്ഭുതകരമായി എന്നവണ്ണം ഈശോ പരിശുദ്ധ അമ്മ വഴി എന്നെ സൗഖ്യപ്പെടുത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തി. എല്ലാ മാസവും മുടങ്ങാതെ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിരുന്ന ഇന്ന് ഞാൻ മരുന്നേ കഴിക്കാറില്ല. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ചെയ്തു തന്ന ഈ വലിയ സൗഖ്യത്തിന് ഞാൻ ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദിയും മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്തോനേഷ്യയിലെ ഒരു കേംബ്രിഡ്ജ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വചനം പ്രഘോഷിക്കുവാനും ഈശോയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അവിടെ കൂടുതലും കാത്തലിക് സ്റ്റുഡൻസ് കുറവാണ്. എന്നാൽ എന്നോട് ചോദിച്ചു അവർക്ക് വേദപാഠം പഠിപ്പിക്കാവോ എന്ന്. ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവിടെ അവരുടെ കുടുംബങ്ങളിലൊന്നും ജപമാല പ്രാർത്ഥനയില്ല, കുരിശുവരെയൊന്നുമില്ല. അപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ആ കുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ തുടങ്ങി. അത്ഭുതകരമാം എന്നവണ്ണം തന്നെ എനിക്ക് ബോധ്യമായി. കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. പിന്നെ എല്ലാ ആഴ്ചയും അവർ ജപമാല കൊണ്ടുവരും. മുടങ്ങാതെ ഞങ്ങളങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് തുടങ്ങുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോയെ ഈ കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനവും ജപമാല ഭക്തിയും ഒക്കെ പ്രചരിക്കുവാനായിട്ട് പാപിയ എന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായി. ഇത്രയും കാലമായിട്ട് മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം, അതും കർത്താവിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദേവാലയത്തിൽ നിന്ന് 1/2 മണിക്കൂർ ദൂരെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എന്നാൽ അത്ഭുതകരമാം എന്നവണ്ണം എൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് തന്നെ എനിക്ക് താമസം മാറുവാനും 2022 ഡിസംബർ മാസം മുതൽ ഇന്നേ വരെ മുടങ്ങാതെ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആരാധിക്കുവാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്നു. മാത്രമല്ല പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അമ്മ എൻ്റെ കൂടെയുണ്ട്, എപ്പോഴും എനിക്ക് സംരക്ഷകയായി എന്നെ അനുദിനം നിത്യരക്ഷയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്നോളം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ഷിപ്രകോപികളായും പരസ്പരം കലഹിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശാന്തതയും സൗമ്യതയും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. അത് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. അത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധ അമ്മ തിരുക്കുമാരനും ചോദിച്ചു തന്ന വലിയൊരു കൃപയും കരുണയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നോളം മരണം വരെയും ഈ ഉടമ്പടി ജീവിതം നയിക്കുവാനും പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിരുന്ന പുണ്യ സുഹൃതങ്ങളാൽ നിറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ 8 മണിക്കാണ് ക്ലാസ്, 2 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. ക്ലാസ് കഴിഞ്ഞ് വന്ന് രാത്രി വരെ മുടങ്ങാതെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും വചനം വായിക്കുവാനും ആത്മീയ അനുഭൂതിയിൽ ഈശോയെ അനുഭവിച്ചറിയുവാനും തക്കവിധം പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തി. ആ ചൈതന്യവും കൃപയും എൻ്റെ സുഹൃത്തുക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും എൻ്റെ കുഞ്ഞുമക്കളിലേക്കും ഒക്കെ പങ്കുവെക്കാനും എനിക്ക് സാധിക്കുന്നു. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. കർത്താവ് എന്നിൽ ചൊരിഞ്ഞ ഇത്രയേറെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം നൽകും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അനവരതം അവിടുത്തെ പാടി സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആരാധിക്കും. പ്രൈസ് ദ ലോർഡ്.